Good afternoon. Today we are going through the poem Possibilities by Wisława Szymborska. First, let us see who is Wisława Szymborska, the poet. Her full name is Maria Wisława Anna Szymborska, and she was born on 2nd July 1923 and expired on 1st February 2012. This is the picture shown in the slide as she. She was a Polish poet, essayist, translator, and recipient of the 1996 Nobel Prize in Literature. Many of her poems feature war and terrorism. She wrote from unusual points of view, such as a cat in the newly empty apartment of its dead owner. അതായത് ഒരു പ്രത്യേക സാധാരണക്കാർ എഴുതുന്നത് പോലെയല്ല എഴുതിയിരുന്നത്, മറ്റൊരു ആംഗിളിൽ നിന്നാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ഒരു ക്യാറ്റ് ആണെങ്കിൽ തന്നെ ക്യാറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാറ്റിൻ്റെ നമ്മൾ സാധാരണ ക്യാറ്റിനെ കാണുന്നത് പോലെയല്ല. അത് ഇപ്പോൾ ക്യാറ്റിനെ എടുത്താൽ ഒരു എംപ്റ്റി അപ്പാർട്ട്മെൻറ്റിൽ ക്യാറ്റിൻ്റെ ഡെഡ് ഓണർ. അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലായോ? സംതിങ് അൺയൂഷ്വൽ വി ക്യാൻ ഫൈൻഡ് ഫ്രം ഹർ പോയംസ്. The themes in this Polish poet's 16 collections are wide ranging. അതായത് ഒരുപാട് കവിതകളൊന്നുമില്ല, എറൗണ്ട് ഒരു 350 കവിതകളെങ്ങാണ്ടേ അവർക്കുള്ളൂ, പോയംസേ അവർക്കുള്ളൂ. അത് തന്നെ പല 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 രീതിയിലുള്ള കവിതകളാണ്. ദോ മെനി ഡീൽ വിത്ത് വാർഫെയർ ആൻഡ് ടെററിസം ആസ് was her war was her own life experiences of ഏർലി ലൈഫ്. വാറും ടെററിസവും ഒക്കെ അവരുടെ ചെറുതായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്ന് ഉള്ളതാണ്. സോ ഒരുപാട് കവിതകളിൽ വാറും അത്തരത്തിലുള്ള ടെററിസവും ഒക്കെ വരുന്നുണ്ട്. Her reputation rests on a relatively small body of work, fewer than 350 poems. Collections of poems that have been translated into English include People on a Bridge, published in 1990, View with a Grain of Sand, selected poems, published in 1995, Miracle Fire, and Monologue of a Dog, published in 2005. Readers of Szymborska's poetry have often noted its wit, irony, and deceptive simplicity. ഭയങ്കര സിമ്പിളാണെന്ന് നമുക്ക് തോന്നും, ബട്ട് ഇറ്റ് ഈസ് ഡിസെപ്റ്റീവ്. നമ്മൾ ഇപ്പം ഇന്ന് പഠിക്കാൻ പോകുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്ന കവിതയും അങ്ങനെ തന്നെയാണ്. വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും, ജസ്റ്റ് പ്രിഫറൻസുകൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ഡിസെപ്റ്റീവ്. നമ്മളെ പറ്റിക്കുന്ന ഒരു തരം സിംപ്ലിസിറ്റിയാണ്. Her poetry examines domestic details and occasions, playing these against the backdrop of history. ഡീറ്റെയിൽസ്, ഡൊമസ്റ്റിക് ഡീറ്റെയിൽസ്, അത്തരത്തിലുള്ള ഒക്കേഷൻസ്, അങ്ങനെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഒക്കേഷൻസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷേ അതിന് പുറകിൽ നമ്മൾ വരികൾക്കിടയിലൂടെ ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ട് വരും. Szymborska lived most of her life in Krakow, that is in Poland. She studied Polish literature and society at Jagiellonian University and worked as an editor and columnist. A selection of her reviews was published in English under the title Non-Required Reading Prose Pieces, published in 2002. She received the Polish Pen Club Prize, the Goethe Prize, and the Herder Prize. When we move into the poem Possibilities, first 4 lines of the poem, I'll read the first 4 lines of the poem. I prefer movies. I prefer cats. I prefer the ogs along the Varta. I prefer Dickens to Dostoevsky. See, I have already told you guys that we seem that her poem, the words in the poems or the poem seems so simple. കണ്ടില്ലേ? പ്രിഫറൻസുകൾ മാത്രം എനിക്കിഷ്ടം, ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിനിമകളാണ്.
ഞാൻ പ്രിഫർ ചെയ്യുന്നത് പൂച്ചകളെയാണ്. എനിക്ക് വാർത്തയിലുള്ള ഓക്കുമരങ്ങളാണ് ഇഷ്ടം. വാർത്ത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ നെയിം ഓഫ് എ റിവർ. എനിക്ക് ഡിക്കൻസിനെയാണ് ഡോസ്റ്റോവസ്കിയെക്കാട്ടിലും ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ദ പോയം ഇസ് സോ സിമ്പിൾ ബട്ട് ഇറ്റ് ഈസ് ഡിസെപ്റ്റീവ്. അങ്ങനെയല്ല, എൻ്റെ ഉള്ളിലും ചില കാര്യങ്ങളൊക്കെ അവർ ചേർത്തിട്ടുണ്ട്. നമ്മൾ ആസ് വി ആർ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് വി ഹാവ് ടു റീഡ് ദാറ്റ് from between the lines. So when we explain these lines, the poem is noted for its simplicity and directness. At the same time, it points to deep philosophical reflections. ഒരുപാട് philosophical ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. The power of the poem comes from the repetition of the word prefer, a preference. എവിടെയൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യും, എവിടെയൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്, എവിടെയൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളുടെ പ്രിഫറൻസുകൾ മാറ്റിവെക്കും. You should ask yourself, and also you should ask your parents, your siblings, and friends and everywhere around you. You should ask what are their preferences. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രിഫറൻസുകൾ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. ഓക്കെ, നമ്മൾ ഈ റീചാർജ് ചെയ്യാനൊക്കെ ഇപ്പോൾ യു ഗൈസ് ആർ ഡൂയിങ് ആൻ ഓൺലൈൻ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ടൈം ഓഫ് പാൻഡമിക് ആൻഡ് വി നോ ദാറ്റ് ഒരുപാട് പേര്, ഞാനടക്കം ഒരുപാട് പേര്, എല്ലാവരും തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കാശ് അത് തന്നെ എടുക്കുക. അതൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതെന്തിനാണ് അവർ നിങ്ങളുടെ റീചാർജിന് വേണ്ടി പ്രിഫർ ചെയ്തത്? അവർ മറ്റെന്തോ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നിങ്ങളുടെ റീചാർജിന് വേണ്ടി പ്രിഫർ ചെയ്തത്. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എൻ അഡ്വൈസ് ക്ലാസ് ഓഫ് അഡ്വൈസ്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പ്രിഫറൻസ് എന്നുള്ളത്, അതായത് മെനി തിങ്സ്, ഒരുപാട് പേര് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രിഫറൻസുകൾ ഒഴിവാക്കുമ്പോഴാണ് നമ്മൾക്ക് പ്രിഫർ ചെയ്യാൻ ഒരുപാട് ചാൻസ് കിട്ടുന്നത്. അതിലൊരു ഫിലോസഫി അടങ്ങിയിട്ടില്ലേ, ദ ഫിലോസഫി ഓഫ് ലൈഫ്. മരം വെയിൽ കൊള്ളുമ്പോൾ, നമുക്ക് മരം തണൽ തരുമ്പോൾ, വെയിൽ കൊള്ളാൻ ആ മരം പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് തണൽ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രിഫറൻസ് മെയ്ഡ് ബൈ എ ട്രീ. ഓക്കെ, അതുപോലെ ഒരുപാട് പ്രിഫറൻസുകളുണ്ട്. ദാറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് ലൈഫ്. ഓൾദോ ദ ലൈൻസ് ഓഫ് ദ പോയം സീംസ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. So, it stresses that all love involves a choice, which implies that there always a need to give up loving something else. നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഇഷ്ടമുണ്ട് എന്നാണ് അർത്ഥം. ഒരു അർത്ഥം അതിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റെന്തോ ഉപേക്ഷിച്ചിട്ടാണ് ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നത്. മറ്റെന്തിനോടോ ഉള്ള ഇഷ്ടം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് എന്താണോ ചൂസ് ചെയ്തത് ആ വസ്തു ചൂസ് ചെയ്യുന്നത്. വസ്തുവോ കാര്യമോ സാഹചര്യമോ എന്താണെന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് മേ ബി. Turning to something always involves turning away from many other possibilities. ഒരു പോസിബിലിറ്റിയിലേക്ക്, ഒരു കാര്യത്തിലോട്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ, നമ്മളത് ആ ഒരു ടേൺ എടുക്കുമ്പോൾ നമ്മൾ മറ്റൊരുപാട് പോസിബിലിറ്റീസ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ടേൺ എടുക്കുന്നത്. ഹെൻസ് ദ റെസ്പോൺസിബിലിറ്റി ലൈസ് ഇൻ ഡിസൈഡിങ്. അപ്പം നമ്മളുടെ ഡിസിഷനിലാണ് റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നത്. ഓക്കെ, our decision is responsible for the possibilities happened. Szymborska's reflections are prompted not by abstract ideas but by concentrate and ordinary experiences. ഒരുപാട് കവിതകൾ നമ്മൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിക്കണം. ആ കവിതകളിൽ ഒരുപാട് അബ്സ്ട്രാക്റ്റ് ഐഡിയാസുള്ള ഒരുപാട് കവിതകളുണ്ടാവും. പക്ഷെ അതുപോലെയൊന്നുമല്ല ഈ കവിത. സിംബോൾസ്കിയുടെ കവിത, അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺക്രീറ്റ് ഐഡിയ ആയിരിക്കും. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്കൊരു ഇമേജ് മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരം പിക്ചേഴ്സ് ആയിരിക്കും, ഇമേജസ് ആയിരിക്കും സിംബോൾസ്കിയുടെ കവിതകളിൽ. ഓർഡിനറി എക്സ്പീരിയൻസസും ആയിരിക്കും.
It seems we can understand the images easily, but it simplifies a lot of meaning. But it implies a lot of meaning. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വളരെ എളുപ്പമാണല്ലോ. It is so easy to understand. The images are so easy to understand as it is the ordinary which we see in our daily life. But it is not like that simple. അതിനകത്ത് ഒരുപാട് മീനിങ്ങുകളുണ്ട്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യം, we have to read this particular poem from a different angle. Here, I gives importance to the individuality of the speaker. I എന്നാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. Hope you have read the poem completely. You might have seen that every preference she made from the perspective of an I. ഒരു ഐ, ഞാൻ എന്ന പെർസ്പെക്റ്റീവിലാണ് എല്ലാ പ്രിഫറൻസുകളും അവർ ചെയ്തിരിക്കുന്നത്. ഐ എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻഡിവിജ്വാലിറ്റിയുടെ ടോണുണ്ട്. നമ്മളെന്നോ നിങ്ങളെന്നോ നിങ്ങളെ ശേഷമാണ് എനിക്ക്, അങ്ങനെയല്ല, ഞാനാണ്. ഐ മീൻസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ സ്പീക്കർ. The first preference, she is telling that of her interest towards movies. ആദ്യം അവർ പറയുന്നത് ഷീ ലവ്സ് മൂവീസ്, ഷീ പ്രിഫർ മൂവീസ് എന്നാണ് പറയുന്നത്. അവർ സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത്, മൂവീസാണ് ഇഷ്ടപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ മൂവി ഷീ ലൈക്സ്, ബട്ട് എനിത്തിങ് എൽസ്. എനിക്കിഷ്ടം സിനിമയാണ്. ഒരുപാട് പേര് പറയും, ചിലർക്കിഷ്ടം, ഇപ്പം നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റ്, കറണ്ട് സിനാറിയോ, ഈ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, പാൻഡമിക്കിൻ്റെ അല്ല, ഈ ഒരു മൊത്തത്തിലുള്ള എടുത്തു കഴിഞ്ഞാൽ, ചിലർ പറയും തൈക്കുടം ബ്രിഡ്ജിൻ്റെ പാട്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ മസാല കോഫിയുടെ പാട്ടാണ് ഇഷ്ടം, ആ ഒരു ബാൻഡിൻ്റെ പാട്ടുകളാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് നാടകങ്ങളാണ് ഇഷ്ടം, ശങ്കർ വെങ്കടേശ്വരൻ്റെ നാടകങ്ങളാണ് ഇഷ്ടം. അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് സിനിമകളാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് ഓപ്പറയാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് ബാലഡാണ് ഇഷ്ടം. അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത്, നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല എനിക്കിഷ്ടം. ഐ ലൈക്ക് മൂവീസ്, എൻ്റെ താല്പര്യം മൂവീസാണ്. But she likes movies, nothing among the others. Next, she is saying that she prefers cats. I prefer cats. And cats എന്നാണ് next sentence. What do you call a person who likes cats? ഒരു കാറ്റിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ആ വ്യക്തികൾ എന്താ വിളിക്കുക? ദാറ്റ് ഇസ് എ നെയിം ഫോർ allurophile or felinophile, philophilist, philogelist. ഇതൊക്കെ, ഈ പേരുകളിലൊക്കെ ക്യാറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ലോകത്ത് ഒരുപാട് പേര് ക്യാറ്റ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തോ ഷീ ലൈക്സ് ക്യാറ്റ്സ്, നോട്ട് എ ഡോഗ്. അവർക്ക് ഇഷ്ടം ക്യാറ്റ്സിനെയാണ്, പട്ടിയെയല്ല, പൂച്ചയാണ് ഇഷ്ടം. ഹാവ് യു നോട്ടീസ്? പട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. പട്ടി യജമാനനെ അനുസരിക്കുന്നതായിരിക്കും എപ്പോഴും യജമാനനോട് ഭയങ്കര നന്ദി കാണിക്കുന്ന, യജമാനൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്നതായിരിക്കും പട്ടി. പക്ഷെ പൂച്ച അങ്ങനെയല്ല. പൂച്ച ഈസ് സോ മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. പൂച്ചയ്ക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും. പൂച്ച അങ്ങനെ ഏതെങ്കിലും ഒരു യജമാനനോ യജമാനത്തെയോ പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുക. പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുക. നിങ്ങൾ പൂച്ചയെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പൂച്ചയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അത് മാത്രമേ പൂച്ച ചെയ്യുള്ളൂ. അല്ലാതെ പട്ടിയെ പോലെ പട്ടി എന്ത് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ യജമാനൻ പറഞ്ഞാൽ ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ക്യാറ്റ്. ഒരു ക്യാറ്റിനെ പോലെയല്ല പൂച്ച, മീൻസ് ഒരു പൂച്ചയെ പോലെയല്ല ഒരു പട്ടി. അപ്പോൾ എനിക്കിഷ്ടം ക്യാറ്റ്സിനെയാണ്. Actually, the studies are saying that these people who like cat will be unconventional in thinking and actions. അപ്പോൾ ഇത് നമുക്ക് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ആ ഒരു പോയറ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കേണ്ട. ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ, this particular poet, Wisława Szymborska, she writes unconventional poetry. സാധാരണ രീതിയിൽ ആൾക്കാർ കവിത എഴുതുന്നത് പോലെ എല്ലാവരും എഴുതുന്നത്. So it is true, according to several studies. What she is saying is true. Next, hope you got what I meant.
Next line is, I prefer the oaks along the Varta. Varta is the name of a poem, sorry, a river in Poland. I prefer the nature in Poland to the nature which we have read in English literature. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറുതിലേ തൊട്ട് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതിലൊക്കെ. നമ്മൾ സിലബസൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത്. മറ്റേത് നമ്മൾ പഠിക്കുന്നത് മിക്കവാറും ഒരു ഡാഫോഡിലിൻ്റെ കവിതയായിരിക്കും. ഇതിൽ എത്ര പേര് ഡാഫോഡിൽ കണ്ടിട്ടുണ്ടാവും? ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടല്ലാതെ നേരിട്ട്. എത്ര പേര് തുലിപ്പ് കണ്ടിട്ടുണ്ടാവും? എത്ര പേര് നൈറ്റിംഗേലിനെ കണ്ടിട്ടുണ്ടാവും? അങ്ങനെ കാണാത്തത് ഒരുപാടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ പഠിക്കുന്നതെല്ലാം കാണാത്ത നേച്ചറിനെ കുറിച്ചാണ്. ശരിയാണ്, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ കാണാത്തതിനോട് ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം കുറയും. What she is saying that I have seen the nature of Poland and I love the nature of in Poland. പോളണ്ടിലുള്ള നേച്ചറാണ് എനിക്കിഷ്ടം ദാൻ ദ നേച്ചർ വിച്ച് വി ഹാവ് റെഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എനിക്ക് നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കിഷ്ടം ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള പോളണ്ടിലെ നേച്ചറാണ്. ദാറ്റ് ഈസ് മൈ പ്രിഫറൻസ്. പറഞ്ഞു വാർത്ത എന്ന് പറയുന്നത് ദ നെയിം ഓഫ് എ റിവർ ഇൻ പോളണ്ട്. ദിസ് ഷോസ് ദാറ്റ് ദ പോയറ്റ് ഈസ് Polish. She is from Poland and she is proud of her country. She's proud of her country. I prefer Dickens to Dostoevsky. Actually, Charles Dickens or Charles John Ephraim Dickens he was an English writer and social critic. He created some of the world's best known fictional characters and is regarded by many as the greatest novelist of the Victorian era. His works enjoyed unprecedented popularity during his lifetime. ഒരുപാട് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇന്നും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെക്ട്രം ഓഫ് വർക്ക്സ് ഉണ്ട് ചാൾസ് ഡിക്കൻസിൻ്റെ പേരിൽ. And by the 20th century, critics and scholars had recognized him as a literary genius. His novels and short stories are still widely read today. നമ്മൾ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും. ക്രിസ്മസ് കാരൽ, ഒലിവർ ട്വിസ്റ്റ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് സിലബസിലുള്ളതാണ്. സ്റ്റിൽ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഒരുപാട് പേര് വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കവിതകൾ, നോവൽസാണ് ഇതെല്ലാം. And next is Dostoevsky. Fyodor Dostoevsky. He was a Russian novelist, short story writer, essayist, and journalist. His famous works are Crime and Punishment, The Idiot, Demons, The Brothers Karamazov, published in 1880. അപ്പോൾ അത് പറയുന്നത് എനിക്ക് ഡിക്കൻസിനെയാണ് ഇഷ്ടം ദസ്തയേവ്സ്കിയെക്കാട്ടിലും. ചിലപ്പോൾ ദസ്തയേവ്സ്കി ആയിരിക്കും നിങ്ങൾ പറയുന്നതിൽ ഭയങ്കര കേമൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടം ഡിക്കൻസിനെയാണ്. ഡിക്കൻസിനെ കുറച്ചും കൂടി ഒരു പോപ്പുലർ ലിറ്ററേച്ചർ ആ ഒരു രീതിയിലുള്ള, അതായത് സാധാരണക്കാരുടെ ജീവിതം എഴുതിയിട്ടുള്ള ആളാണ് ഡിക്കൻസ്. അപ്പം എനിക്ക് സാധാരണക്കാരുടെ ജീവിതം വായിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ പറയുന്നത് പോലെയുള്ളതൊന്നും എനിക്കിഷ്ടമില്ല. ദസ്തയേവ്സ്കി എന്ന് പറയുമ്പോൾ ദസ്തയേവ്സ്കി പെർട്ടിക്കുലർലി ദസ്തയേവ്സ്കി തന്നെയാണെന്ന് നിർബന്ധമില്ല. മറ്റേത് നോവലിസ്റ്റിനേക്കാളും എനിക്കിഷ്ടം ചാൾസ് ഡിക്കൻസിനെയാണ്. എനിക്ക് സാധാരണക്കാരുടെ ജീവിതം വായിക്കാനാണ് ഇഷ്ടം. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ വേറെയുള്ള ഗേമൻ എന്ന് പറയുന്ന ഒരാളുടെ ഒന്നും എനിക്ക് താല്പര്യമില്ല. ദിസ് ഈസ് വാട്ട് ഐ ലൈക്ക്. അതിലൊരു ഒരു ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ താല്പര്യമാണ് എന്നുള്ള ആ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഇടം കണ്ടെത്താണ് അവർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഓൾസോ ഷോസ് ദാറ്റ് ദ സ്പീക്കർ ഇസ് വെൽ എഡ്യൂക്കേറ്റഡ്. ഓക്കെ, ഇനി അടുത്ത 2 ലൈൻസ്. ഐ പ്രിഫർ മൈസെൽഫ് ലൈക്കിംഗ് പീപ്പിൾ ടു മൈസെൽഫ് ലവിങ് മാൻകൈൻഡ്. സിംബോൾസ്ക ഷോസ് ഹെർസെൽഫ് എ ഹ്യൂമനിസ്റ്റ്. ഇത് മാത്രമല്ല, ഈ കവിതയിൽ മറ്റ് പല ലൈൻസും ഹ്യൂമനിസ്റ്റാണ് സിംബോൾസ്ക എന്ന് തെളിയിക്കുന്ന ലൈൻസ് ഉണ്ട്. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ലൈൻസ്, the lines underpin the poet's particular belief that individuals are both unique and real. മാൻകൈൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൂടി
ഒറ്റ ഹെഡിന് അണ്ടറിലാണ് വെക്കുന്നത്, ഒറ്റ ബോക്സിൽ, മാൻകൈൻഡ് എന്ന് പറയുന്ന ഒറ്റ ബോക്സിൽ കൊണ്ടിടുകയാണ്. അങ്ങനെയാണോ? ഐ ആം ഡിഫറെൻറ്റ്. ഓൾ ഓഫ് യു ആർ ഹിയറിങ് മൈ ക്ലാസ്. യു കിഡ്സ്, യു ആർ ഡിഫറെൻറ്റ് ഈച്ച് അതർ. എന്നെ പോലെയാണോ നിങ്ങൾ? നിങ്ങൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഓൾ ഓഫ് യു ആർ ഡിഫറെൻറ്റ്. എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, യുണീക്നെസ് ഉണ്ട്, റിയാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ആളുകളെയാണ് ഇഷ്ടം, അല്ലാതെ മൊത്തം ഹ്യൂമാനിറ്റിയെ അല്ല ഇഷ്ടം. അങ്ങനെ പറയുന്ന ഒരിഷ്ടം അത് എത്രത്തോളം ജെനുവിൻ ആണെന്നൊരു സംശയവും കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. അങ്ങനെ മാൻകൈൻഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഓരോരുത്തരെയായിട്ട് സഹായിക്കുകയോ ഓരോരുത്തരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യാം. And that each one of them must be accorded the attention and importance that they deserve. എല്ലാവരും ഇമ്പോർട്ടൻസ് അർഹിക്കുന്നവരാണ്. എല്ലാവരും താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നാണ് പറയുന്നത്. സോ ബൈ ദിസ് വി ആർ കൺക്ലൂഡിങ് ദിസ് ക്ലാസ്.